ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. ബാലചന്ദ്രനോട് നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കേണ്ടെന്നും പരാതി ഉണ്ടെങ്കിൽ ശാരദാമ്മയുടെ മകള് ശാരിക തരട്ടെ, എന്നിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്തോളാമെന്ന് ചന്ദ്രബോസ് പറയുകയാണ്. അതേസമയം എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ശാരിക അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് താൻ എഴുതിയ പരാതി ചന്ദ്രബോസിനെ ഏൽപ്പിക്കുകയാണ് ശാരിക. ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണോ എന്നും സത്യമാണോ എന്നും ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ അതേയെന്നും എനിക്ക് ഉറപ്പാണെന്നും ശാരിക പറയുന്നു. തുടർന്ന് ചന്ദ്രബോസ് പറയുകയാണ്, ഇവിടെയുള്ള ആരെങ്കിലുമാണോ തൻ്റെ ഹോട്ടലിൽ കത്തിച്ചത്? അതേയെന്ന് പറഞ്ഞ് ശാരിക ശാരദാമ്മയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇവരാണോ കുട്ടിയുടെ ഹോട്ടലിൽ കത്തിച്ചതെന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അതെ, ഇവരാ കത്തിച്ചത്, ഞാൻ കണ്ടതാ. ഹോട്ടലിൽ കത്തിക്കാൻ വന്ന രണ്ടുപേര് എൻ്റെ ശബ്ദം കേട്ട് ഓടിപ്പോയപ്പോൾ ഇവർ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാ ശ്യാമ കഥക് തുറന്നു വന്നത്. വ്യക്തമായിട്ട് കണ്ടതാണല്ലോ, പിന്നെ ആള് മാറിയെന്നൊന്നും പറയരുതെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ അല്ലെന്നും ഞാൻ വ്യക്തമായി കണ്ടതാണെന്നും ശാരിക പറയുന്നു. തുടർന്ന് ശ്യാമ ദേഷ്യത്തോടെ ശാരികയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. എന്തിനാടി നീ ഇങ്ങനെ കള്ളം പറയുന്നത്? നിന്നെ ഞാനിന്ന് കൊല്ലുമെടിയെന്ന് പറഞ്ഞ് ശാരികയുടെ കഴുത്തിലെ പിടി മുറുക്കുകയാണ് ശ്യാമ. എടോ, ആ കൊച്ചിനെ ആരേലും ഒന്ന് പിടിച്ചു മാറ്റാൻ ചന്ദ്രബോസ് പറയുമ്പോൾ ലേഡി കോൺസ്റ്റബിള് ശ്യാമയെ പിടിച്ചു മാറ്റുന്നു. തുടർന്ന് ശ്യാമ പറയുകയാണ്, സാറേ, ഇവള് പറയുന്നതെല്ലാം കള്ളമാണ്. ഞാനും അമ്മയും കൂടി ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അല്ലാതെ ഇവള് പറയുന്നത് പോലെയല്ല. ഇവള് മനഃപൂർവ്വം അമ്മയെ കൊടുക്കാൻ നോക്കുകയാണെന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, ഇതൊന്നും എന്നോട് പറയാനേ ഞാൻ കോടതിയല്ല. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതി പോയി പറഞ്ഞാൽ മതി. തുടർന്ന് ചന്ദ്രബോസ് പറയുകയാണ്, ശാരദാമ്മേ, ഇതൊന്നും ഞാൻ വ്യക്തിവൈരാഗ്യത്തിന് പുറത്ത് ചെയ്യുന്നതല്ലെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ശാരികയോട് തന്നെ ആളെ ചൂണ്ടിക്കാട്ടാൻ പറഞ്ഞത്. ഞാനിപ്പോൾ നിങ്ങളെ എന്താണെങ്കിലും അറസ്റ്റ് ചെയ്യുകയാ. സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാം, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എൻ്റെ മോള് തന്നെയല്ലേ ഞാൻ തീ കത്തിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞത്. എനിക്കെൻ്റെ മോളെ വിശ്വാസമാണ്, അതുകൊണ്ട് സാറിന് എന്നെ കൊണ്ടുപോകാം. അങ്ങനെ കോൺസ്റ്റബിള് ശാരദാമ്മയെ പിടിച്ച് ജീപ്പിൽ കയറ്റുകയാണ്. ഇതൊക്കെ കണ്ണീരോടെ നോക്കി നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശാരദാമ്മ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ നിനക്കെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിച്ചുകൊണ്ട് ശാരികയുടെ കഴുത്തിന് പിടിക്കുകയാണ് ശ്യാമ. തുടർന്ന് ബാലചന്ദ്രൻ ശ്യാമയെ പിടിച്ച് മാറ്റിയിട്ട് പറയുകയാണ്, അടങ്ങി ഒതുങ്ങി നിന്നോണം. നിന്നെയും കൂടി ജയിലിലാക്കേണ്ടതായിരുന്നു. പിന്നെ നിന്റേത് ചെറുപ്രായമായതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നെ വെറുതെ വിട്ടത്. വൈകാതെ നിന്റെ അമ്മയ്ക്ക് കൂട്ടായിട്ട് നിന്റെ കുഞ്ഞേച്ചിയും കൂടി അങ്ങോട്ടേക്ക് പോയിക്കോളും. നീ സമാധാനമായിട്ടിരിക്കെ. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ നിന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നല്ലേ? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സിഐയുടെ ചോദ്യമെല്ലാം തന്നെ നാടകത്തിന്റെ ഭാഗമായിരുന്നല്ലേ? ഉത്തരം ഞാൻ പറയാം, അതെ, എല്ലാം ചതിയായിരുന്നു. ഹോട്ടൽ കത്തിച്ചതിന്റെ പിന്നിൽ നിന്റെ കുഞ്ഞേച്ചിയല്ലെന്ന് നിനക്ക് പറയാനാകുമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കും. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ കണ്ണീരോട് പറയുകയാണ്, എല്ലാം മുകളിലുള്ള ഒരാള് കാണുന്നുണ്ടെന്ന ഓർമ്മ വേണം ശാരികേച്ചി. ഇതിനൊക്കെ കണക്കിന് ശാരികേച്ചിക്ക് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞ് വിഷമത്തോടെ ശ്യാമ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ശാരികയുടെ മുഖം കണ്ടിട്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ അമ്മയെ ജയിലിലേക്ക് അയച്ചതിന്റെ സങ്കടമാണോ? ആർക്ക്? എനിക്കോ സങ്കടമോ? ഇതിലും കൂടുതലായിട്ട് അവരെ ഒന്നും ചെയ്യാനായില്ലല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. അവർക്ക് എന്താണെങ്കിലും എന്നോട് സ്നേഹമില്ല. എന്നാ മോളൊരു ഹോട്ടൽ തുടങ്ങി അത് വെച്ച് അവൾ ജീവിച്ചോട്ടെ എന്നല്ലല്ലോ അവർ കരുതിയത്. അവരെൻ്റെ ഹോട്ടലിന് തീയിടുകയല്ലേ ചെയ്തത്. ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിലേ ശാരദാമ്മ ഒന്നും ചെയ്തിട്ടില്ല. ഹോട്ടൽ കത്തിച്ചത് ഞാനാണ്. ഇത് കേൾക്കുന്ന ശാരിക ഒരു ഞെട്ടലോടെ ബാലേന്ദ്രനെ നോക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ശാരികയ്ക്ക് ശാരദാമ്മയോടും ശാലിനിയോടും പ്രതികാരം വീട്ടണ്ടേ? അതിൻ്റെ ഒരു മാർഗമായ ഞാൻ ഇതിനെ കണ്ടത്. ബാലേട്ടാ, എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നെന്ന് ശാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, അതെ, മരണത്തിലേക്ക് നടന്നു നീങ്ങിയ ശാരികയെ കൈ പിടിച്ച് കയറ്റിയത് ഞാനാണ്. ഇനിയും സ്വന്തം അമ്മ ജയിലിൽ കിടക്കുന്നത് സഹിക്കാനാകുന്നില്ലെങ്കിലേ ഞാനൊരു തെറ്റിദ്ധാരണയുടെ പേരിലാ പരാതി തന്നതെന്നും ഹോട്ടൽ കത്തിച്ചത് ബാലേന്ദ്രനുമാണെന്നും പോയി സ്റ്റേഷനിൽ പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയും ശാലിനിയുമാണ്. IASന്റെ എക്സാം എഴുതാനായി പോവുകയാണ് വിഷ്ണുവും ശാലിനിയും. തുടർന്ന് ഒരു പോലീസ് ജീപ്പ് അവരുടെ ജീപ്പിനെ പിന്തുടർന്ന് വരികയും വിഷ്ണുവിന്റെ ജീപ്പിന്റെ മുന്നിൽ കൊണ്ടു നിർത്തുകയും ചെയ്യുന്നു. ശാലിനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്ന് പോലീസ് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. എന്താ കുറ്റമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരികയുടെ ഹോട്ടൽ കത്തിച്ച കേസാണെന്ന് പോലീസ് പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. ഹോട്ടൽ കത്തിച്ചെന്നോ? ഞാനല്ല കത്തിച്ചത് എന്ന് ശാലിനി പറയുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ ചന്ദ്രബോസ് സാറ് പറഞ്ഞത്. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, സാറേ, ശാലിനിക്ക് ഇന്ന് IASന്റെ മെയിൻ എക്സാമാണ്. ശാലിനിക്ക് എന്താണെങ്കിലും പോയേ പറ്റൂ. ഇത് കേൾക്കുന്ന പോലീസുകാരൻ പറയുകയാണ്, അതൊന്നും പറ്റില്ല. ഈ കൊച്ചിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചിനെ കൊണ്ടുപോയിരിക്കും.
ഇത് കേൾക്കുന്ന ശാലിനി ചോദിക്കുകയാണ്, അല്ല സാറേ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, വനിതാ പോലീസ് എവിടെ? വണ്ടി കയറാൻ നോക്കാൻ പോലീസ് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അങ്ങനെ ആ കുട്ടി വണ്ടി കയറാൻ പോകുന്നില്ല. നിങ്ങളാദ്യം വനിതാ പോലീസിനെ കൊണ്ടുവാ, എന്നിട്ട് ആലോചിക്കാം കുട്ടി കയറണോ വേണ്ടയോ എന്ന് വിഷ്ണു തറപ്പിച്ച് പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.